ഡിയർ സ്റ്റുഡൻസ്, വിദൂര സംവേദനം എന്ന സീരീസ് ചർച്ച ചെയ്യുകയായിരുന്നല്ലോ നമ്മൾ. വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ്ങിലെ വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള വിദൂര സംവേദനത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. എന്താണ് വിദൂര സംവേദനം? വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? റെസൊല്യൂഷൻ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ, ടെമ്പറൽ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ വിവിധതരം പ്ലാറ്റ്ഫോമുകൾ, സെൻസറുകൾ, ഇവയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി വിസിബിൾ ലൈറ്റ് കഴിഞ്ഞ് വൈദ്യുതകാന്തിക മണ്ഡലത്തിലെ, വിദ്യുത്കാന്തിക സ്പെക്ട്രത്തിലെ അടുത്ത മേഖലയായ ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇൻഫ്രാറെഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തെർമൽ ഇൻഫ്രാറെഡാണ്. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ തെർമൽ റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്നത്. തെർമൽ റിമോട്ട് സെൻസിങ് അഥവാ താപ വിദൂര സംവേദനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. തെർമൽ റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് വൈദ്യുതകാന്തിക സ്പെക്ട്രം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ്. അതിൽ 0.7 മൈക്രോമീറ്റർ വരെ ഇതുവരെ നമ്മുടെ ധവളപ്രകാശമാണ് അഥവാ വിസിബിൾ ലൈറ്റാണ്. അതിനുശേഷം 0.7 മുതൽ 100 മൈക്രോമീറ്റർ വരെയാണ് ഇൻഫ്രാറെഡ് രശ്മികളുടെ മേഖല എന്ന് പറയുന്നത്. അതിൽ ഈ ഇൻഫ്രാറെഡ് രശ്മികൾ മുഴുവനായും നമ്മൾ വിദൂര സംവേദനത്തിനായി ഉപയോഗിക്കുന്നില്ല. അതിനെ ഇൻഫ്രാറെഡ് മേഖലയെ തന്നെ പലതായി തിരിച്ചിട്ടുണ്ട്. അതേതാണ്ട് ഇപ്രകാരമാണ്: നിയർ ഇൻഫ്രാറെഡ് 0.7 മുതൽ 1.5 മൈക്രോമീറ്റർ വരെ, ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് അഥവാ SWIR എന്ന് പറയുന്ന ഭാഗം 1.5 മുതൽ 3 മൈക്രോമീറ്റർ വരെ. അത് കഴിഞ്ഞ് മിഡ് വേവ് ഇൻഫ്രാറെഡ് MWIR, അത് 3 മുതൽ 8 മൈക്രോമീറ്റർ വരെ. അത് കഴിഞ്ഞാൽ LWIR അഥവാ ലോങ് വേവ് ഇൻഫ്രാറെഡ് 8 മുതൽ 15 മൈക്രോമീറ്റർ വരെ. അത് കഴിഞ്ഞുള്ള ഭാഗത്തെ FIR അഥവാ ഫാർ ഇൻഫ്രാറെഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അതിൽ നിയർ ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന 0.7 മുതൽ 0.7 മുതൽ 1.5 മൈക്രോമീറ്റർ വരെയുള്ള ഭാഗമാണ് നിയർ ഇൻഫ്രാറെഡ്. ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് SWIR 1.5 മുതൽ 3 മൈക്രോമീറ്ററാണ്. മീഡിയം വേവ് ഇൻഫ്രാറെഡ് 3 മുതൽ 8 മൈക്രോമീറ്റർ വരെയാണ്. ലോങ് വേവ് ഇൻഫ്രാറെഡ് 8 മുതൽ 14 മൈക്രോമീറ്റർ വരെയാണ്. ഈ രണ്ട് ഭാഗങ്ങൾ, മീഡിയം വേവ് ഇൻഫ്രാറെഡ് അതുപോലെ തന്നെ ലോങ് വേവ് ഇൻഫ്രാറെഡ്, ഈ രണ്ട് ഭാഗങ്ങളാണ് ഏതാണ്ട് കൂടുതൽ നന്നായി താപ റിമോട്ട് സെൻസിങ്ങിന് അല്ലെങ്കിൽ തെർമൽ റിമോട്ട് സെൻസിങ്ങിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ. അതെന്തുകൊണ്ടാണ് അത്തരം ഭാഗങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് തെർമൽ ഇൻഫ്രാറെഡ് മേഖല എന്ന് പറയുന്നത്. തെർമൽ ഇൻഫ്രാറെഡ് അഥവാ TIR എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. തെർമൽ ഇൻഫ്രാറെഡ് മേഖല 3 മൈക്രോമീറ്റർ മുതൽ 14 മൈക്രോമീറ്റർ വരെ നീളുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഫ്രാറെഡ് മേഖലയുടെ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിൽ ഇൻഫ്രാറെഡ് ഭാഗത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ താപ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ താപ വിദൂര സംവേദനത്തിനായി ഉപയോഗിക്കുന്നില്ല. തെർമൽ ഇൻഫ്രാറെഡ് എന്ന് നമ്മൾ പറയുന്ന ഇൻഫ്രാറെഡിൻ്റെ മേഖല ഏതാണ്ട് 3 മൈക്രോമീറ്റർ മുതൽ 14 മൈക്രോമീറ്റർ വരെയാണ്. അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടു അതിൻ്റെ ഡിവിഷൻസ്. അതിൽ പ്രധാനമായിട്ടുള്ളത് മീഡിയം വേവ് ഇൻഫ്രാറെഡ് അതുപോലെ തന്നെ ലോങ് വേവ് ഇൻഫ്രാറെഡുമാണ്. ഈ തരംഗദൈർഘ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ താപ വിദൂര സംവേദനം നടത്തുന്നത്. അതിൽ 3 മുതൽ 5 മൈക്രോമീറ്റർ വരെയും 8 മുതൽ 14 മൈക്രോമീറ്റർ വരെയുമുള്ള തരംഗദൈർഘ്യങ്ങളാണ് തെർമൽ ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ്ങിൽ ഏറ്റവും സാധാരണമായി ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ഓരോ മേഖല നമ്മൾ എന്താണോ റിമോട്ട് സെൻസിങ് ചെയ്യാൻ വേണ്ടി, താപ റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതിൻ്റെ റിമോട്ട് സെൻസിങ് ആണ്, ഏതിൻ്റെ വിദൂര സംവേദനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് ഈ വേവ് ലെങ്ത്ത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അന്തരീക്ഷ ഊഷ്മാവിലുള്ള മണ്ണ്, അതുപോലെ തന്നെ ജലം, സസ്യങ്ങൾ, ഇതുപോലെയുള്ള ഭൗമോപരിതല വസ്തുക്കൾ ആണ് നമ്മൾ റിമോട്ട് സെൻസിങ് ചെയ്യേണ്ടതെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് 8 മുതൽ 14 മൈക്രോമീറ്റർ വരെയുള്ള മേഖലയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു 3 മുതൽ 5 വരെയാണ് വേറൊരു സെക്ഷൻ ഉള്ളത്. പക്ഷേ ഈ ഒരു മണ്ണ്, ജലം, സസ്യങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ 8 മൈക്രോമീറ്റർ മുതൽ 14 മൈക്രോമീറ്റർ വരെയുള്ള മേഖലയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം ഈ വസ്തുക്കളൊക്കെ തന്നെ 8 മൈക്രോമീറ്റർ മുതൽ 14 മൈക്രോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻസിനെ, വികിരണങ്ങളെ പുറന്തള്ളുന്നു എന്നതാണ് അതിൻ്റെ കാരണം. ഇനി വസ്തുക്കളെ അന്തരീക്ഷ ഊഷ്മാവിന് മുകളിൽ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ, ഏതൊരു വസ്തുവിനെയും അന്തരീക്ഷ ഊഷ്മാവിന് മുകളിൽ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പുറത്തുവിടുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് അത് ചൂടാക്കുന്നതിനനുസരിച്ച് അത് കുറഞ്ഞ തരംഗദൈർഘ്യത്തിലേക്ക് മാറും.
അതായത് നമ്മൾ അന്തരീക്ഷ ഊഷ്മാവിൽ നമ്മൾ നേരത്തെ കണ്ടു മണ്ണ്, ജലം, അതൊക്കെ ആ ഇതിൽ 8 മുതൽ 14 മൈക്രോമീറ്റർ വരെ ആണെങ്കിൽ അതിലും കൂടിയ ചൂട്, അന്തരീക്ഷ ഊഷ്മാവിനേക്കാൾ കൂടിയ ചൂടിൽ ഒരു വസ്തു വരുന്ന സമയത്ത് അത് ഷോർട്ട് വേവ് ഇൻഫ്രാറെഡിലേക്ക് മാറും, കുറഞ്ഞ തരംഗദൈർഘ്യത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് മിഡ് ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ മിഡ് ഇൻഫ്രാറെഡിലേക്കാണ് നമ്മൾ അത് ഉപയോഗിക്കും. 3 മുതൽ 5 മൈക്രോമീറ്റർ വരെയുള്ള തരംഗദൈർഘ്യം, അതാണ് കാട്ടുതീ പോലെയുള്ള പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ കാട്ടുതീ പോലെയുള്ള പ്രതിഭാസങ്ങളെ റിമോട്ട് സെൻസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ചൂട് കൂടുമ്പോൾ ഇത് കുറഞ്ഞ തരംഗദൈർഘ്യത്തിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ തരംഗദൈർഘ്യങ്ങളിൽ ഒരു അറ്റ്മോസ്ഫറിക് വിൻഡോ അഥവാ അന്തരീക്ഷ ജാലകം ഉൾപ്പെടുന്നു. ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിങ് അഥവാ ധവളപ്രകാശ വിദൂര സംവേദനം ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അന്തരീക്ഷ ജാലകം അഥവാ അറ്റ്മോസ്ഫറിക് വിൻഡോസ് എന്ന് പറയുന്നത്. ഏത് ഭാഗം, അതായത് അന്തരീക്ഷ ജാലകം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അന്തരീക്ഷത്തിലൂടെ കൂടുതൽ അബ്സോർപ്ഷൻ, ആഗിരണം ചെയ്യപ്പെടാതെ നമ്മുടെ ഈ വികിരണങ്ങൾ കടന്നു പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ മേഖലകളെയാണ് നമ്മൾ അന്തരീക്ഷ ജാലകം എന്ന് പറയുന്നത് അഥവാ അറ്റ്മോസ്ഫറിക് വിൻഡോ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിൽ ഈ വയലറ്റ് നിറത്തിൽ കാണിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അന്തരീക്ഷ ജാലകങ്ങളാണ്. അഥവാ അവിടെയൊന്നും തന്നെ ഈ ആഗിരണം നടക്കുന്നില്ല, ഏതെങ്കിലും അന്തരീക്ഷത്തിലെ വസ്തുക്കൾ കൊണ്ട് ഈ ആഗിരണം നടക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ 3 മുതൽ 5 വരെ ഉള്ള മൈക്രോമീറ്റർ, 3 to 5 മൈക്രോമീറ്റർ ചെറിയ രൂപത്തിലുള്ള ആഗിരണം മാത്രമാണ് നടക്കുന്നത്. അന്തരീക്ഷ വാതകങ്ങൾ കൊണ്ട് ചെറിയ രൂപത്തിലാണ് ഈ വികിരണങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ 8 മുതൽ 14 മൈക്രോമീറ്റർ വരെയുള്ള ഭാഗവും അന്തരീക്ഷ ആഗിരണത്താൽ നേരിയ തോതിൽ മാത്രമാണ് ബാധിക്കുന്നത്. ഇതാണ് 8 മൈക്രോമീറ്റർ. ഇവിടെ നിന്നും 15 മൈക്രോമീറ്റർ വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രമാണ് അന്തരീക്ഷ ആഗിരണം കൊണ്ട് ഇതിനെ ബാധിക്കപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഈ 2 മേഖലകളിൽ, ഈ 3 മുതൽ 5 മൈക്രോമീറ്റർ വരെയും 8 മുതൽ 14 മൈക്രോമീറ്റർ വരെയും 2 അന്തരീക്ഷ ജാലകങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുന്നതും ഈ മേഖലകളെ താപ റിമോട്ട് സെൻസിങ്ങിനായി, തെർമൽ റിമോട്ട് സെൻസിങ്ങിനായി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെയും കാരണം ഇതാണ്. ഇതിൽ ഓരോ ഭാഗങ്ങളാണ്. ഇത് ഓരോന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, നിയർ ഇൻഫ്രാറെഡ്, ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ്, തെർമൽ ഇൻഫ്രാറെഡ്, ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നിയർ NIR അഥവാ നിയർ ഇൻഫ്രാറെഡ്, ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് വികിരണങ്ങൾക്ക് 0.7 മൈക്രോമീറ്ററിനും 3 മൈക്രോമീറ്ററിനും ഇടയിലാണ് തരംഗദൈർഘ്യം. അതവിടെ കുറവാണത്. ഉപരിതല വസ്തുക്കൾ അവയുടെ സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനത്തെ പ്രതിനിധീകരിക്കുകയാണ്. പ്രതിഫലിച്ച ഇൻഫ്രാറെഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് 0.7 മുതൽ 3 മൈക്രോമീറ്റർ വരെയുള്ള നമ്മൾ പറയുന്ന നിയർ ഇൻഫ്രാറെഡ് എന്ന് പറയുന്നതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് ഇൻഫ്രാറെഡ്, അതായത് സൂര്യപ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്രാറെഡാണ് ഈ ഭാഗത്തിൽ ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 3 മൈക്രോമീറ്റർ കൂടുതലുള്ള തെർമൽ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അത് പ്രതിഫലിക്കുന്ന ഊർജ്ജത്തിന് പകരം ഉപരിതല വസ്തുക്കളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന, അതായത് ഉപരിതല വസ്തുക്കളൊക്കെ തന്നെ എമിറ്റ് ചെയ്യുന്ന ഊർജ്ജത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എമിറ്റഡ് ഇൻഫ്രാറെഡ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അതേപോലെ തന്നെ ഈ പ്രതിഫലിച്ച റിഫ്ലക്റ്റഡ് ഇൻഫ്രാറെഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് തെർമൽ ഇൻഫ്രാറെഡ് അഥവാ TIR വികിരണം ഒരു അതുകൊണ്ടാണ് നമുക്കിതിന് ഒരു താപ സംവേദനത്തിന് കാരണമാകുന്നത്. പ്രതിഫലിച്ച ഇൻഫ്രാറെഡ് നമുക്ക് ഒപ്റ്റിക്കൽ ഇത് വെച്ചിട്ടാണ്, പ്രകാശത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു തെർമൽ ഇൻഫ്രാറെഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു താപ സംവേദനമാണ് യഥാർത്ഥത്തിൽ. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ എമിറ്റഡ് റേഡിയേഷൻസ് ആ ഒരു ഉപരിതലത്തിൻ്റെ, ഏത് ഉപരിതലത്തിൽ നിന്നാണോ ഇത് എമിറ്റ് ചെയ്യപ്പെടുന്നത്, ഇത് വികിരണം പുറത്തേക്ക് വിടുന്നത്, ഉൽവമനം നടക്കുന്നത്, അതിൻ്റെ ഉപരിതല താപനിലയായിട്ടാണ് ഈ തെർമൽ ഇൻഫ്രാറെഡിനെ നമ്മൾ കണക്കാക്കുന്നത്. തെർമൽ ഇൻഫ്രാറെഡ് വികിരണം സൂര്യനിൽ നിന്ന് സ്വതന്ത്രമായിട്ടാണ്, സൂര്യൻ്റെ ഇതുമായിട്ട് അതിന് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാച്ചാൽ നമ്മൾ രാത്രി കാലങ്ങളിൽ പോലും നമുക്ക് തെർമൽ ഇമേജറി ശേഖരിക്കാൻ കഴിയും, പകലും രാത്രിയും. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സൂര്യൻ്റെ വികിരണം പ്രതിഫലിച്ച് വരുന്നതല്ല, നേരെ മറിച്ച് അത് ആഗിരണം ചെയ്യുന്നൊരു വസ്തു അതിൻ്റേതായ രൂപത്തിൽ പുറത്തുവിടുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന വികിരണമാണ് തെർമൽ ഇൻഫ്രാറെഡ് വികിരണത്തിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് സൂര്യനിൽ നിന്ന് സ്വതന്ത്രമായി നമുക്ക് തെർമൽ ഇമേജറി സ്വന്തമാക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ തെർമൽ സാറ്റലൈറ്റ് ഇമേജറി, അത് ഏത് തരം ഡാറ്റയാണ് നമുക്ക് ആവശ്യം? തെർമൽ റിമോട്ട് സെൻസിങ്, താപവിദൂര സംവേദനം നമ്മൾ നടത്തുന്നതും എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്, അതിനനുസരിച്ച് നമുക്കൊരു സമയം തിരഞ്ഞെടുക്കാം. നമ്മൾ കണ്ടു രാത്രിയും പകലും, പക്ഷേ പകൽ സമയത്ത് നമ്മൾ അത്ര തന്നെ കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ രാത്രി സമയം നമ്മൾ ചില പ്രത്യേക സമയങ്ങൾ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ രാത്രി സമയത്തെ തെർമൽ ഡാറ്റ, പ്രത്യേകിച്ച് പ്രീ ഡോൺ, അതായത് പ്രഭാതത്തിന് തൊട്ട് മുമ്പുള്ള ഡാറ്റ, തെർമൽ അപാകതകൾ കണ്ടെത്തുന്നതിന്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള തെർമൽ ലീക്കേജോ തീപിടുത്തമോ അത്തരത്തിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡാറ്റയാണ്.
അതേസമയം തന്നെ പകൽ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വളരെ സൂര്യൻ്റെ ഇതിൽ നിന്ന് വരുന്നു, അത് എമിറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ അസമമായിട്ട് ഈക്വൽ അല്ലാതെ ചൂടാവുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ തെർമൽ സാറ്റലൈറ്റ് ഇമേജറിയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നില്ല. അതേസമയം പ്രഭാതത്തിന് മുമ്പുള്ള തെർമൽ ഇമേജറി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രീ ഡോൺ ഇമേജറീസ്, അത് എന്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഭൂഗർഭത്തിലെ കൽക്കരി ഖനികൾ അതിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്ന് വെച്ചാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ താപനില കുറഞ്ഞിരിക്കുകയും ഇത്തരത്തിലുള്ള ഈ നമ്മുടെ ഭൂഗർഭത്തിൽ കൽക്കരി ഖനികൾ ഉണ്ടാവുകയും അതിൻ്റെ പ്രദേശത്തു നിന്ന് ഇത്തരത്തിലുള്ള ചൂട് എമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അത്തരത്തിലുള്ള സംഗതികളെ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇനി ഈ ഇൻഫ്രാറെഡ് തരംഗദൈർഘ്യങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവയ്ക്ക് മേഘങ്ങളെ തുളച്ച് കയറാൻ കഴിയില്ല. ഇതിന് ശക്തി പോരാഞ്ഞിട്ടല്ല, പക്ഷേ ഈ മേഘങ്ങൾ ഈ മേഘങ്ങളിലുള്ള വെള്ളത്തുള്ളികൾ ഇത് ഈ ഇൻഫ്രാറെഡ് വികിരണങ്ങളെ ആഗിരണം ചെയ്യാം. അതുകൊണ്ടാണ് മേഘങ്ങളെ തുളച്ച് കയറിക്കൊണ്ട് ഈ വികിരണങ്ങൾക്ക്, നമ്മുടെ ഇൻഫ്രാറെഡ് തരംഗങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയാത്തത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ മേഘം മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ അവിടുത്തെ ഭൂമിയിലെ താപനില കണ്ടെത്താൻ നമുക്ക് ഈ തെർമൽ റിമോട്ട് സെൻസിങ് അഥവാ നമ്മുടെ ഈ തെർമൽ ഇൻഫ്രാറെഡ് വേവുകളെ നമുക്ക് ഉപയോഗിക്കാനും കഴിയില്ല എന്നുള്ളത് കൂടി നമ്മളിതിൻ്റെ കൂടെ കാണേണ്ടതുണ്ട്. അതേസമയം ദൃശ്യമായ വികിരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കണ്ണുകൾ താപവികിരണത്തോട് സംവേദനക്ഷമമല്ല. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴും കളറുകളാണ്. അതുകൊണ്ടാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ധവളപ്രകാശ വിദൂര സംവേദനം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു പ്രൈമറി കളേഴ്സ് അതെങ്ങനെയാണ് സെൻസറുകളിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ കോമ്പിനേഷൻസ്, ഫാൾസ് കളർ കോമ്പോസിറ്റൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള തെർമൽ ഇമേജുകളെ നമുക്ക് അങ്ങനെ പ്രതിനിധീകരിക്കാൻ ഒരു സ്വാഭാവിക മാർഗ്ഗമില്ല. എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് കണ്ണിന് ഇത്ര വേവ് ലെങ്ത് മുതൽ ഇത്ര വരെ കാണുന്ന കണ്ണുകൾക്ക് കാണാം, അതിനപ്പുറം കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു രീതി ഇതിൽ സാധ്യമല്ല. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ തെർമൽ ഇമേജുകളെ നമ്മൾ വ്യത്യസ്ത രീതികളിൽ പ്രതിനിധീകരിച്ചിട്ടാണ് ആ ഒരു കുറവ് നികത്തുന്നത്. അപ്പോൾ അതിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചൂട് കൂടിയതും കുറഞ്ഞതുമായ മേഖലകളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേ സ്കെയിൽ ഇമേജുകൾ കാണിക്കും. പൊതുവേ തെർമൽ റിമോട്ട് സെൻസിങ്ങിൽ ഉപയോഗിക്കുന്നത് ഗ്രേ കളറിലുള്ള ഗ്രേ സ്കെയിലുള്ള ഇമേജുകളാണ്. അത് അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇരുണ്ട പ്രദേശങ്ങൾ തണുത്ത താപനിലയെ പ്രതിനിധാനം ചെയ്യുകയും ഇളം കളറിലുള്ള ടോണുകൾ ചൂടുള്ള താപനിലയും കാണിക്കും. ഇരുണ്ടതാണെങ്കിൽ വളരെ തണുത്തതും ഇളം കളറിലുള്ളത് അല്ലെങ്കിൽ വെളുപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ ചൂടുള്ള താപനില. ഇതാണ് ഇതിൻ്റെ ഒരു പൊതു സ്വഭാവം. തെർമൽ സാറ്റലൈറ്റ് ഇമേജറുകളെ നമ്മൾ കാണുമ്പോൾ നമ്മളതിനെ നോക്കി കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു ഐഡിയ അതാണ്. അതേസമയം നമുക്ക് കളറുകളും കൊടുക്കുന്നുണ്ട്. ഈ തെർമൽ ഇൻഫ്രാറെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നീല മുതൽ ചുവപ്പ് വരെയുള്ള കളറുകളും നമ്മൾ കാണിക്കാറുണ്ട്. അതാണ് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ചിത്രം ഒരേ മേഖലയുടെ രണ്ട് തരത്തിലുള്ള ചിത്രങ്ങളാണ്. ഈ ഇടതുഭാഗത്ത് കാണിച്ചിട്ടുള്ളത് തെർമൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രം ഉപയോഗിച്ചിട്ടൊരു പ്രദേശത്തെ കാണിച്ചിരിക്കുകയാണ്. വലത്ത് ഭാഗത്തുള്ള ചിത്രം എന്ന് പറയുന്നത് വിസിബിൾ സ്പെക്ട്രത്തിൽ, അതേ മേഖല വിസിബിൾ സ്പെക്ട്രത്തിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ചൂടുള്ള പ്രദേശങ്ങളും തണുത്ത പ്രദേശവും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡും ചുവപ്പും നീലയും കളറുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്കെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നീല കളർ എന്ന് പറയുന്നത് നീല കളർ ഏറ്റവും കുറഞ്ഞ നീല എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഏറ്റവും ചൂട് കൂടിയ ഭാഗമാണ് റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും കൂടിയ ഭാഗം എന്ന് പറയുന്നത് 37.5 ഡിഗ്രി ആണ്. അപ്പോൾ ലാൻഡ് സർഫസിൻ്റെ ടെമ്പറേച്ചറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രൂ കളറിൽ അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൽ ആ ഭൂമിയുടെ ഓരോ ഭാഗവും ഏത് കളറിലുണ്ടോ അതുപോലെ തന്നെയാണ് ട്രൂ കളർ ഇതിൽ കിട്ടുന്നത്. ഇവിടെയാണെങ്കിൽ അത് പല കളറിൽ അതിനൊരു സ്കെയിൽ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഒരു രീതി. ഇനി നമ്മളിതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, തെർമൽ ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് വളരെ ബന്ധമുണ്ട്. ആ സമയത്ത് പല യുദ്ധാവശ്യങ്ങൾക്കായിട്ട് പല സംവിധാനങ്ങളും വികസിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെർമൽ റിമോട്ട് സെൻസിങ്, തെർമൽ ഇൻഫ്രാറെഡ് രേഖപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ആദ്യകാല ഇൻഫ്രാറെഡ് ഡിറ്റക്ടറുകൾ അത് ലെഡ് സോൾട്ടായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഫോട്ടോ ഡിറ്റക്ടറുകളാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിലൊരു വലിയ വിപ്ലവകരമായൊരു മാറ്റം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 1978 നാസ ഒരു മിഷൻ, ഹീറ്റ് കപ്പാസിറ്റി മാപ്പിംഗ് മിഷൻ HCCM എന്ന് പറയുന്നൊരു മിഷൻ വിക്ഷേപിക്കുകയാണ്, ഒരു സാറ്റലൈറ്റ് സമുച്ചയം വിക്ഷേപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ 600x600 മീറ്റർ സ്പേഷ്യൽ റെസൊല്യൂഷനുള്ള തെർമൽ ഇൻഫ്രാറെഡ് ഡാറ്റ അത് രണ്ട് സമയത്ത്, അതായത് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 8 മുതൽ 14 വരെയാണ് ഇതിൻ്റെ കൂടുതൽ കാര്യമായിട്ട് ഡാറ്റ എടുക്കുന്നതെന്ന് പറഞ്ഞാലും അതിൽ തന്നെ 10.5 മുതൽ 12.6 മൈക്രോമീറ്റർ വരെയുള്ള ഡാറ്റയാണ് അത് എടുത്തത്. അത് രണ്ട് സമയത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ട് അവരത് HCCM കുറേ ഡാറ്റ പുറത്തു വിട്ടു.
അത് രണ്ട് സമയത്താണ്. ഒന്ന് നട്ടുച്ചയ്ക്ക് ഒരു 1:30 മണിക്കും, മറ്റത് പുലർച്ചെ 2:30-നുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ശാസ്ത്രീയമായിട്ട് ഒരു തെർമൽ ഇൻഫ്രാറെഡ് ഇമേജറി ഉപയോഗിച്ച ഏറ്റവും വിജയകരമായൊരു ഉപയോഗം, സത്യം പറഞ്ഞാൽ ജിയോളജിക്കലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ആ തെർമൽ ഇൻഫ്രാറെഡ് സംവിധാനങ്ങളിൽ ഒന്നായിരുന്നു ഈ 1978 HCCM എന്ന് നമ്മൾ പറയുന്ന ഈ മിഷൻ. ഇനി ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് നമുക്കിതിങ്ങനെ വെറുതെ വിസിബിൾ ലൈറ്റാണെങ്കിൽ നമുക്ക് തട്ടി വരുന്ന ഇതിനെ അതുപോലെ രേഖപ്പെടുത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അത് മതിയാവില്ല. ഒരു അനലിസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിനെ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഒരു മൾട്ടിസ്പെക്ട്രൽ സ്കാനർ അല്ലെങ്കിൽ ഒരു ചാർജ് കപ്പിൾഡ് ഒരു ഉപകരണം തരുന്ന പോലത്തെ ഒരു സാധാരണ ചിത്രം പോലെ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിനെ ചൂടുമായിട്ട്, അതായത് താപനിലയുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇമേജ് അനലിസ്റ്റ് താപപരമായിട്ട് അല്ലെങ്കിൽ താപീയമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്. അതാണത് സംഗതി. അപ്പോൾ നമ്മൾ പറയുന്നത് സൂര്യനിൽ നിന്നോ ഭൂമിയിൽ നിന്നോ ഉള്ള ഊർജ്ജം അത് വിവിധ ഭൂപ്രദേശ ഘടകങ്ങളുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു എന്നും ഭൂപ്രദേശത്ത് നിന്ന് പുറത്തുവിടുന്ന തെർമൽ എനർജി, തെർമൽ ഇൻഫ്രാറെഡ് വൈദ്യുതകാന്തിക വികിരണം രേഖപ്പെടുത്തുമ്പോൾ ഓരോ ഡിറ്റക്ടറും ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ധാരണ. അതായത് മുമ്പിൽ വരുന്നൊരു ചിത്രം എന്നതിനപ്പുറത്തേക്ക് മുമ്പിൽ വരുന്നതൊരു താപ എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ചൂടുള്ള ഒരു വികിരണം എന്ന് പറയുമ്പോൾ ഒരു ഹീറ്റ് എനർജിയാണ് മുന്നിൽ വരുന്നത് എന്ന ധാരണയോട് കൂടി വേണം ഈ വിദഗ്ധൻ ഇതിനെ അനലൈസ് ചെയ്തെടുക്കാൻ, അപഗ്രഥിച്ച് എടുക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു സെൻസർ സിസ്റ്റത്തിനും ഭൂപ്രദേശത്തിനും എങ്ങനെ താപ ഇൻഫ്രാറെഡ് ഇമേജിലേക്ക് നോയ്സുകൾ, ഇതിൽ ശബ്ദം എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള നോയ്സുകൾ വരാൻ സാധ്യത ഉണ്ട് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിദഗ്ധൻ, ഇത് അനലൈസ് ചെയ്യുന്ന ഒരാൾ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇത് ഈ ഒരു താപനില ഈ അന്തരീക്ഷത്തിൻ്റെ മാത്രമാണ്, പക്ഷേ അതിൽ വേറെ എവിടെന്നെങ്കിലും ഉള്ളൊരു എനർജി കയറി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിതിൽ നോയ്സ് എന്ന് പറയുന്നത്. പൊതുവേ ഉപയോഗിക്കുന്നൊരു വാക്കാണത്. ഇനി നമ്മളിതിൽ തെർമൽ റേഡിയേഷൻ, ഈ തെർമൽ ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ്ങിനെ അല്ലെങ്കിൽ താപ വിദൂര സംവേദനത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അത് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോഡിയെക്കുറിച്ചാണ്. ഒരു ഐഡിയലായിട്ടൊരു ബ്ലാക്ക് ബോഡി ഇല്ല, അതൊരു സൈദ്ധാന്തികമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. അത് ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന അതിലേക്ക് എത്തുന്ന എല്ലാ വികിരണ ഊർജ്ജവും ആഗിരണം ചെയ്യുകയും ഏത് താപനിലയിലും ഓരോ തരംഗദൈർഘ്യത്തിലും ഓരോ യൂണിറ്റ് ഏരിയയിലും സാധ്യമായ പരമാവധി നിരക്കിൽ ഊർജ്ജം പ്രസരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം, എല്ലാ വികിരണങ്ങളും ആഗിരണം ചെയ്യുകയും ഏത് താപനിലയിലും ഓരോ തരംഗദൈർഘ്യം, ഓരോ വേവ് ലെങ്ത് അനുസരിച്ചിട്ടും ഈ എനർജി പുറത്തു വിടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും സാധ്യമായൊരു സംഗതിയല്ല. പക്ഷേ നമുക്ക് ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിനെ കാര്യമാത്ര പ്രസക്തമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ളൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു സംഗതിയാണ്, ഒരു സൈദ്ധാന്തികമായൊരു സംഗതിയാണ് ഈ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ അത്തരത്തിലുള്ള വസ്തുക്കളൊന്നും യഥാർത്ഥത്തിൽ ബ്ലാക്ക് ബോഡികളല്ല. പക്ഷേ നമ്മളതിൽ കൺസെപ്റ്റിൽ എടുക്കുന്നത് എന്താ വെച്ചാൽ സൂര്യനെയും ഭൂമിയെയും വ്യത്യസ്ത താപനിലകളിലുള്ള ബ്ലാക്ക് ബോഡികളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കണക്കാക്കുന്ന ഏകദേശം 6000 കെൽവിനിലുള്ള ഒരു ബ്ലാക്ക് ബോഡിയായിട്ട് സൂര്യനെയും 300 കെൽവിനിലുള്ള ബ്ലാക്ക് ബോഡിയായിട്ട്, 300 കെൽവിൻ അതിൻ്റെ ടെമ്പറേച്ചറാണ് പറയുന്നത്, ഇതിലുള്ള ഒരു ബ്ലാക്ക് ബോഡിയായിട്ട് ഭൂമിയെയും നമ്മൾ കണക്കാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ബ്ലാക്ക് ബോഡി, അതായത് കുറേ എനർജി ആഗിരണം ചെയ്തു, അതിനുശേഷം അതിൽ നിന്ന് കുറേ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ബ്ലാക്ക് ബോഡിക്ക് നേരെ നമ്മളൊരു സെൻസർ കാണിക്കുകയാണെങ്കിൽ അത് വസ്തുവിൽ നിന്ന് പുറത്ത് കിടക്കുന്ന പ്രത്യേക തരംഗദൈർഘ്യങ്ങളിലുള്ള, അതിൽ നിന്ന് ഏത് തരം തരംഗദൈർഘ്യങ്ങളാണ്, ഏത് തരം എനർജിയാണോ അതിൽ നിന്ന് പുറത്തു വരുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ആകെ അളവും വസ്തുവിൻ്റെ പ്രധാന തരംഗദൈർഘ്യം, അതിൽ നിന്ന് വരുന്ന ഏറ്റവും ആംബിയൻ്റ്, അതിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള തരംഗദൈർഘ്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താൻ നമുക്ക് കഴിയും. രണ്ട് തരത്തിലാണ് വരിക. ഒന്ന്, അതായത് ഇത്തരത്തിലുള്ള ഒരു ഇപ്പോൾ സൂര്യന് നേരെ അല്ലെങ്കിൽ ഭൂമിക്ക് നേരെ നമ്മളൊരു സെൻസർ പിടിക്കുന്ന സമയത്ത് രണ്ട് സംഗതികളാണ് നമുക്ക് മനസ്സിലാവുക. ഒന്നതിൻ്റെ പ്രധാന ആകെയുള്ള താപനില നമുക്ക് മനസ്സിലാവും. പിന്നെ ഒന്ന് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന, ഇതിൽ നിന്ന് വികിരണം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വേവ് ലെങ്ത്ത്, അത് ഏതൊരു മേഖലയിലാണ് നിൽക്കുന്നത് എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമുക്ക് കിട്ടുക. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് സ്റ്റീഫൻ ബോൾസ്മാൻ നിയമം എന്ന് പറയുന്നതാണ്, സ്റ്റീഫൻ ബോൾസ്മാൻ ലോ എന്ന് പറയും. അത് ഏതാണ്ട് നമുക്ക് ഇങ്ങനെ നിർവചിക്കാം: ഒരു ബ്ലാക്ക് ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്ന മൊത്തം സ്പെക്ട്രൽ റേഡിയൻറ്റ് ഫ്ലക്സിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് മൊത്തം ഇതിൽ നിന്ന് പുറത്തു വരുന്ന താപോർജ്ജം എന്ന് തൽക്കാലം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. സ്പെക്ട്രൽ എക്സിസ്റ്റൻസ് അതിൻ്റെ താപനിലയുടെ, അതിൻ്റെ ടെമ്പറേച്ചർ, അത് കെൽവിനിലാണ് ടെമ്പറേച്ചർ നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ 4ാമത്തെ പവർ, ദ 4th പവർ ഓഫ് ഇതിൻ്റെ താപനിലയുടെ 4th പവറിന് ഈക്വലായിരിക്കും എന്നാണ് സ്റ്റീഫൻ ബോൾസ്മാൻ നിയമം പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് സംഗതിയാണ്, ഇതിൽ നിന്ന് പുറത്തു വരുന്ന മൊത്തം ഫ്ലക്സും അതിൻ്റെ താപനിലയും കൂടിയിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അതിൻ്റെ ഇതാണ് പറയുന്നത് MB എന്ന് പറയുന്ന മൊത്തം സ്പെക്ട്രൽ റേഡിയൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ T⁴. ആ T എന്ന് പറയുന്നത് അതിൻ്റെ താപനിലയാണ്.
ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ തെർമൽ റിമോട്ട് സെൻസിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു നിയമം, സ്റ്റീഫൻ ബോൾട്സ്മാൻ നിയമം എന്നാണിത് അറിയപ്പെടുന്നത്. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമമാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ അഥവാ വെയിനിൻ്റെ സ്ഥാനചലന നിയമം എന്ന് നമുക്കതിനെ പറയാം. അത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. കെൽവിൻ ഡിഗ്രിയിൽ, അതായത് കെൽവിനിലാണ് നമ്മൾ അതിൻ്റെ അളവ് കൊടുക്കുന്നത്. ഒരു ബ്ലാക്ക് ബോഡിയുടെ യഥാർത്ഥ താപനില ടി, ക്യാപിറ്റൽ ടി, അതിൻ്റെ പീക്ക് സ്പെക്ട്രൽ എക്സിറ്റൻസും അല്ലെങ്കിൽ അതിൻ്റെ പ്രബലമായ ഡോമിനൻ്റ് ആയിട്ടുള്ള തരംഗദൈർഘ്യം, അതായത് അതിനെ നമ്മൾ ലാംഡ മാക്സ് എന്നാണ് പറയുന്നത്. മാക്സിമം അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള അതിൻ്റെ തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം ഇതനുസരിച്ച് ഇങ്ങനെയാണ്. ലാംഡ മാക്സ് ഈസ് ഈക്വൽ ടു സ്മോൾ കെ ബൈ ടി ഈസ് ഈക്വൽ ടു 2898 മൈക്രോമീറ്റർ കെ ഡിവൈഡഡ് ബൈ ടി. ഇതിൽ ഈ സ്മോൾ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വലിങ് 2898 മൈക്രോമീറ്റർ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഈ വീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനചലന നിയമം നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം എന്താണ് എന്നുള്ളത് ഈ ഒരു ഉദാഹരണം കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇതിലിപ്പോൾ നമുക്ക് ഈ കെൽവിൻ അല്ലെങ്കിൽ ആ താപനിലയ്ക്ക് പകരം നമ്മൾ ഭൂമിയുടെ താപനില കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയുടെ ശരാശരി താപനില 300 കെൽവിൻ അല്ലെങ്കിൽ 880 ഡിഗ്രി ഫാരൻഹീറ്റാണ്. അത് ഭൂമിയുടെ അതിൽ നിന്ന്, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭൂമി 300 കെൽവിനിലുള്ള താപനിലയുള്ളൊരു ഭൂമി ഏത് പ്രധാനപ്പെട്ട തരംഗദൈർഘ്യത്തെയാണ് എമിറ്റ് ചെയ്യുക എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടിക്ക് പകരം 300 കെൽവിൻ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഭൂമിയിൽ നിന്ന് പൊതുവേ പുറത്തുവിടുന്ന തരംഗദൈർഘ്യം ഏതാണ്ട് 9.67 മൈക്രോമീറ്ററിലാണ് എന്ന് മനസ്സിലാവും. ഇങ്ങനെ ഓരോന്നിനും നമുക്കിപ്പോൾ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊരു കാട്ടുതീ നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് ചൂടായി നിൽക്കുന്ന, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൽക്കരി ഖനികളുടെ സംഗതി വേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഏത് രൂപത്തിൽ അല്ലെങ്കിൽ ഏത് തരം പഠനങ്ങളാണ് നമുക്ക് നടത്തേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു റേഡിയോമീറ്റർ അല്ലെങ്കിൽ ഇതിനെ റെക്കോർഡ് ചെയ്യാനുള്ളൊരു സംവിധാനം രൂപപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഏത് സ്പെക്ട്രൽ ബാൻഡിൽ ഇത് വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കണമെങ്കിൽ നമുക്കത് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വെയിനിൻ്റെ സ്ഥാനചലന നിയമം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിതിന് ഉപയോഗിക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ മേജർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആംബിയൻറ്റ് പ്രധാനപ്പെട്ടൊരു തരംഗദൈർഘ്യം, അതുപോലെ താപസ്പെക്ട്രത്തിൻ്റെ ഏത് ഭാഗമാണ് നാം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വീൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നിയമം അനുസരിച്ച് അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഉദാഹരണത്തിന് ഏകദേശം ഒരു 800 കെൽവിനിലുള്ള 800 കെൽവിനാണ് ഒരു കാട്ടുതീ വരുന്നത് എന്ന് വിചാരിക്കുക. നോർമലായിട്ട് നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം ഇപ്പോൾ 800 കെൽവിനാണ് അതിൻ്റെ കാട്ടുതീ എങ്കിൽ 3.62 മൈക്രോമീറ്ററാണ് അതിൻ്റെ തരംഗദൈർഘ്യം ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഈ 3.62 എവിടെ വരുന്നു എന്ന് നമുക്കറിയാം. 3.62 എന്ന് പറയുന്നത് 3 മുതൽ 5 മൈക്രോമീറ്റർ വരെയുള്ള റിമോട്ട് ഇതിനിടയ്ക്കാണ്, ആ ഒരു ഇൻ്റർവെല്ലിലാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നിയർ ഇൻഫ്രാറെഡിൻ്റെ അത് മേഖല കഴിഞ്ഞ ഉടനെയുള്ള ഇതിലാണ് ഇത് വരിക. 3 മുതൽ 5 മൈക്രോമീറ്റർ വരെയുള്ള തെർമൽ ഇൻഫ്രാറെഡ് ഡിറ്റക്ടറാണ് നമ്മൾ ഈ കാട്ടുതീ രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഏത് തരംഗദൈർഘ്യമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏത് തരംഗദൈർഘ്യത്തിലാണ് നമുക്ക് തെർമൽ റിമോട്ട് സെൻസിങ് നടത്തേണ്ടത്, അതിനനുസരിച്ചുള്ള ഒരു റെക്കോർഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെൻസർ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി വേറൊരു മേഖല, അപ്പോൾ നമ്മൾ കാട്ടുതീ പറഞ്ഞു, അതുപോലെ തന്നെ ഭൂമിക്ക് മേലുള്ള മണ്ണ്, വെള്ളം, പാറ ഇവയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇതാണ് നമുക്ക് കൂടുതലായിട്ട് റിസോഴ്സ് മാപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും മണ്ണ് റെക്കോർഡ് ചെയ്യേണ്ടി വരും, വിവിധ തരത്തിലുള്ള ജലാശയങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടി വരും, അതുപോലെ തന്നെ മോയ്സ്ചർ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടി വരും, പാറകൾ, വിവിധ രൂപത്തിലുള്ള പാറകൾ ഇതൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 3 മുതൽ 5 വരെയുള്ള മൈക്രോമീറ്റർ 3 മുതൽ 5 വരെ മൈക്രോമീറ്ററുള്ള മേഖല കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പ്രവർത്തിക്കുന്നത് 8 മുതൽ 300 കെ ഇതാകുന്ന സമയത്ത് 9.67 മൈക്രോമീറ്ററാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട താപനില പ്രധാന തരംഗദൈർഘ്യം 9.67 മൈക്രോമീറ്ററാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഉപയോഗിച്ച ആ ഒരു ഇത് കഴിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത തെർമൽ റിമോട്ട് സെൻസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത മേഖലയായിട്ടുള്ള 8 മുതൽ 14 മൈക്രോമീറ്റർ വരെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തെർമൽ ഇൻഫ്രാറെഡ് ഡിറ്റക്ടറാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് കാട്ടുതീയൊക്കെ ആണെങ്കിൽ 3 മുതൽ 5 വരെ മൈക്രോമീറ്ററും, ഇതുപോലെ ഭൂമിക്ക് പുറത്തുള്ള റിസോഴ്സുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാപ്പിംഗ് നടത്തണമെങ്കിൽ 8 മുതൽ 14 വരെ. ഇത് ഓരോന്നിനും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പലതരം റോക്കുകൾക്ക് പല രൂപത്തിലായിരിക്കും, വാട്ടർ ബോഡിയുടെ ഡെപ്ത് അനുസരിച്ചൊരു ചില മാറ്റങ്ങളുണ്ടാവും. പക്ഷേ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു ഭാഗമാണ്. 8 മുതൽ 14 വരെ മൈക്രോമീറ്ററാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അതേപോലെ തന്നെ സ്റ്റീഫൻ ബോൾട്സ്മാൻ നിയമം, അതുപോലെ തന്നെ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് നിയമം, വീൻസ് സ്ഥാനചലന നിയമം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കിർച്ചോഫ്സ് റേഡിയേഷൻ ലോ എന്ന് പറയുന്ന കിർച്ചോഫിൻ്റെ റേഡിയേഷൻ നിയമം എന്ന് നമ്മൾ പറയുന്നത്.
ഇത് യഥാർത്ഥത്തിൽ ഇത് കണ്ടുപിടിച്ചത് ഒരു റഷ്യൻ ഫിസിസ്റ്റായിട്ടുള്ള ക്രിച്ചോഫാണ്. അപ്പോൾ ഇത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതാണ് ഇതിൽ തെർമൽ റിമോട്ട് സെൻസിങ്ങിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു നിയമം കൂടിയാണ്. അതിങ്ങനെയാണ്, ക്രിച്ചോഫിൻ്റെ നിയമം എങ്ങനെയാണ്, സ്പെക്ട്രത്തിൻ്റെ ഇൻഫ്രാറെഡ് ഭാഗത്ത് ഒരു വസ്തുവിൻ്റെ സ്പെക്ട്രൽ എമിസിവിറ്റി സാധാരണയായി അതിൻ്റെ സ്പെക്ട്രൽ ആഗിരണത്തിന് തുല്യമാണെന്ന് കണ്ടെത്തി. അതിൽ ഒരു എമിസിവിറ്റി എന്ന് പറയുന്നത് എത്രമാത്രം ഇത് ആഗിരണം ചെയ്യുന്നു അതിൻ്റെ ഒരു പെർസെൻറ്റേജാണ്. എത്ര ആഗിരണം ചെയ്തു, അതിൽ എത്ര എമിറ്റ് ചെയ്തു പോയി എന്നുള്ളതിൻ്റെ ആ ഒരു അതിൻ്റെ റേഷ്യോ, അതിനെയാണ് നമ്മൾ എമിസിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഇൻഫ്രാറെഡ് ഭാഗത്ത് ഒരു വസ്തുവിൻ്റെ സ്പെക്ട്രൽ എമിസിവിറ്റി എങ്ങനെയാണ് സാധാരണയായി അതിൻ്റെ സ്പെക്ട്രൽ ആഗിരണത്തിന് തുല്യമാണ് എന്നാണ് ക്രിച്ചോഫ് കണ്ടെത്തുന്നത്. അപ്പോൾ അതാണ് ആൽഫ ലാംഡ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ലാംഡ എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഏതാണ്ട് ഈക്വലാണ് എന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ആ പറഞ്ഞ മാത്തമാറ്റിക്കൽ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ തർജ്ജമ ചെയ്യാം. അതായത് നല്ല അബ്സോർബറുകൾ നല്ല എമിറ്ററുകളാണ്, നല്ല റിഫ്ലക്ടറുകൾ മോശം എമിറ്ററുകളാണ്. അപ്പോൾ നമുക്ക് തെർമൽ ഇതിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിൽ നിന്ന് എത്രമാത്രം എമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു ബോഡി എന്തല്ല, ഒരു മോശം എമിറ്ററായിട്ടാണ് വരുന്നത്. നേരെ മറിച്ച് ഏത് വേവ് ലെങ്ത്തിനെ അബ്സോർബ് ചെയ്ത് അത് നന്നായിട്ട് എമിറ്റ് ചെയ്യും. എത്രമാത്രം അബ്സോർബ് ചെയ്യുന്നു ഇതാണത് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഇതാണ് ക്രിച്ചോഫിൻ്റെ റേഡിയേഷൻ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധരംഗത്ത്, അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കൽക്കരി ചൂട് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലാണ് ഇത് വരുന്നത്. വേറൊരു മേഖല വലിയൊരു മേഖല ഇൻഫ്രാറെഡ് റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത് കാലാവസ്ഥ നിരീക്ഷണത്തിലാണ്. അത് നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു താപ വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട ഈ അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.